ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശോഭയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ വരികയാണ്. അങ്ങനെ മാല ഇട്ടതോടുകൂടി ശോഭയ്ക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി നിന്നതും എന്നെ പരിചരിച്ചതും എല്ലാം പാർവതിയാണെന്നുള്ളത് ശോഭയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ശോഭയുടെ ചെവിയിലേക്ക് പാർവതി നിലവിളിച്ച് കരയുന്ന ആ സൗണ്ട് കേൾക്കുകയാണ്. വായയിൽ വിരലിട്ട ശേഷം പാർവതി വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ നിന്നും കരയുന്ന ആ ഒരു സൗണ്ട് ശോഭയുടെ മനസ്സിലേക്കും ചെവിയിലേക്കും ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ശോഭയുടെ തലയൊക്കെ നന്നായിട്ട് വേദനിക്കുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് ദർശൻ അവിടേക്ക് വരുന്നത്. എന്ത് പറ്റി അമ്മ, എന്താ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ, എന്നാൽ ഞാൻ പ്രിയൻ ചേട്ടനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ഇനി ആരെയും വിളിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ അമ്മ പറയുന്നത്? ഇന്നലെ രാത്രിയിലും അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ തല വേദനിച്ചിട്ടുണ്ട്, ഇപ്പോഴും അമ്മയ്ക്ക് അതുപോലെ തല വേദനിക്കുന്നുണ്ട്, എന്നിട്ട് അമ്മ വെറുതെ വേദനിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പോൾ ശോഭ പറയണേ, ഞാനത് പറയാം, പക്ഷേ അതിൻ്റെ മുന്നേ നീ എന്നോട് സത്യം പറയണം, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം എന്നും പറഞ്ഞ് ദർശനയുടെ കൈ പിടിച്ച് ശോഭയുടെ തലയിൽ വെക്കാൻ കേട്ടോ. എന്നിട്ട് നീ ഇനി സത്യം പറയണം. ഞാൻ അമ്മേ സത്യം പറഞ്ഞോളാം. എനിക്ക് മനസ്സിലായി, ഹോസ്പിറ്റലിൽ നീയല്ല എന്നെ പരിചരിക്കാൻ വേണ്ടി നിന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രിയിൽ എന്നെ നോക്കാൻ വേണ്ടി ആരാണ് എന്നോടൊപ്പം നിന്നത്? നീ എന്നോട് സത്യം പറയണം. അത് കേട്ടതോടുകൂടി ദർശൻ അങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോൾ ദർശന പറയണം, അത് പിന്നെ അമ്മേ, ഞാൻ തന്നെയാണ് അമ്മയോടൊപ്പം അന്ന് രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്നത്. അല്ല, നീയല്ല, നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്. നീ എന്നോട് സത്യം പറയണം. നീ എന്നോട് നുണ പറയാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ദർശനയ്ക്ക് പിന്നെ നിവൃത്തിയില്ലാതെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുകയാണ്. അന്ന് അമ്മയോടൊപ്പം രാത്രി അമ്മയ്ക്ക് കൂട്ടിരുന്നതും അമ്മയെ സംരക്ഷിച്ചതും എല്ലാം പാർവതിയാണ് എന്ന് പറഞ്ഞതോടുകൂടി ശോഭ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ദർശന വിശദമായിട്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മയുടെ കഴുത്തിൽ നിന്നും ആ കള്ളന്മാർ മാല പൊട്ടിച്ചു പോയ ആ നിമിഷം മുതൽ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അമ്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതും എല്ലാം തന്നെ പാർവതിയാണ്. ഞാനും ഏട്ടനും അമ്മ ഹോസ്പിറ്റലായ അന്നു മുതൽ ഞാനും ഏട്ടനും കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുക എന്നല്ലാതെ ഞാനും ഏട്ടനും അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ പാർവതി അങ്ങനെയല്ല. അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളാണ് പാർവതി സഹിച്ചിട്ടുള്ളത്. അമ്മയ്ക്ക് വേണ്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി ഒരുപാട് കഷ്ടപ്പാടുകളാണ് പാർവതി സഹിച്ചത് എന്ന് പറഞ്ഞ് ദർശന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ശോഭയോട് പറഞ്ഞു കൊടുക്കണം. ഇന്നിപ്പോൾ അമ്മയ്ക്ക് അസുഖം മാറി ആരോഗ്യത്തോടു കൂടി അമ്മ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ കാരണക്കാരി പാർവതിയാണ്. കേട്ടതോടുകൂടി ശോഭ ചോദിക്കുകയാണ്, ഇനി എന്തുകൊണ്ടാണ് എന്നോട് ഇക്കാര്യം പറയാതിരുന്നത്? അപ്പോൾ ദർശന പറയണേ, എങ്ങനെയാണ് അമ്മയോട് പറയാ? പാർവതിയുടെ പേര് കേട്ടാൽ തന്നെ അമ്മയ്ക്ക് വെറുപ്പല്ലേ? അമ്മയ്ക്ക് അക്കാരണം കൊണ്ട് ഇനി ടെൻഷനാകുമെന്ന് ഞാനും ഏട്ടനും പേടിച്ചു. പിന്നെ അമ്മയോട് ഇക്കാര്യമൊക്കെ പറഞ്ഞാൽ പാർവതിയാണ് അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് അമ്മ എന്താണ് പറയുക? പാർവതി അമ്മയുടെ മുന്നിൽ നല്ലവളാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അമ്മ പറയൂ. അമ്മ വിചാരിക്കുന്നത് പോലെ പാർവതി നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നവളല്ല. അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രിയൻ ചേട്ടൻ്റെ ജീവിതത്തിൽ പാർവതിയെ പോലെ ഒരു പെണ്ണ് വന്നാൽ പ്രിയൻ ചേട്ടൻ്റെ ജീവിതം ഭദ്രതയിലായിരിക്കും. അമ്മ ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോഴും ശോഭ ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് ദർശനെ നോക്കിയിട്ട് റൂമിലേക്ക് പോവുകയാണ്. സമയം കൈലാഷ് ഹോസ്റ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് ഭൂമികയോട് സംസാരിക്കുകയാണ്. എന്നാ മാം നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, നീ വീട്ടിൽ പറഞ്ഞോ പാർവതിയുടെ നാട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച്? നീ വീട്ടിൽ പറഞ്ഞോ? ഇല്ല മാം, വീട്ടിൽ ഞാൻ പറഞ്ഞത് ബാംഗ്ലൂരിൽ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത്. അതെന്താ കൈലാഷ് നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ അച്ഛനും അമ്മയും നീ എന്ത് പറഞ്ഞാലും നിന്റെ ആഗ്രഹത്തിനൊന്നും അവർ തടസ്സം നിൽക്കില്ലല്ലോ. അതെ മാം, മാം പറഞ്ഞത് ശരിയാണ്. ഞാൻ വീട്ടിൽ ഇക്കാര്യം പറഞ്ഞാൽ അവരെൻ്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ല. പക്ഷേ പാർവതിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം ആദ്യം അറിഞ്ഞിട്ട് പോരെ എൻ്റെ വീട്ടിൽ ഇക്കാര്യം പറയുന്നത്. അവർ സമ്മതിച്ചില്ലെങ്കിൽ അത് വീട്ടിൽ പറഞ്ഞാൽ അത് അവർക്കൊരു വിഷമമാവില്ലേ? ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഭൂമിക പറയണേ, നീ എന്തിനാണ് കൈലാഷ് ടെൻഷൻ ആവുന്നത്? നിന്നെ പോലെ നല്ലൊരു പയ്യൻ ഒരിക്കലും പാർവതിയുടെ അച്ഛനും അമ്മയും വേണ്ടെന്ന് പറയില്ലല്ലോ, ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി കൈലാഷിന് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. മേഡത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടതോടുകൂടി എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഇറങ്ങാം മേഡം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോഴാണ് അവിടെ പാർവതി നിൽക്കുന്നത് കാണുന്നത്. പാർവതിയെ കണ്ടതോടുകൂടി കൈലാഷും ഭൂമികയും ഒന്ന് പതറുകയാണ് കേട്ടോ. എന്നിട്ട് ഭൂമിക ചോദിക്കുകയാണ്, പാർവതി നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല മേഡം, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. രണ്ടുപേരും ഈ നേരത്ത് എവിടേക്കാണ് പോകുന്നത്? മേഡമല്ലേ എപ്പോഴും പറയാറുള്ളത് 9 മണിക്ക് ശേഷം ആരും പുറത്തു പോവരുത് എന്ന്. എന്നിട്ടിപ്പോൾ മേഡം എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ ഭൂമിക പറയണേ, ഒരു സ്ഥലം വരെ പോവുകയാണ്, നാളെ രാവിലെ തന്നെ തിരിച്ചെത്തും. അല്ല മേഡം, ഈ നേരത്ത് പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമെന്ന് എനിക്കറിയാം. എന്താണ് മേഡം? എന്താണെങ്കിലും തുറന്നു പറയൂ.
അപ്പോൾ കൈലാഷ് പറഞ്ഞു, ഏയ് ഒന്നുമില്ല പാർവതി, ഞാനൊരു സഹായം ചെയ്തു തരാൻ മേഡത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു, അതിനു വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. പാർവതി പറയുന്നത്, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്താണ് കാര്യമെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈലാഷ് പതറുകയാണ് കേട്ടോ. അപ്പോൾ ഭൂമിക പറയണേ, പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ പോകുന്ന കാര്യം ശരിയാവില്ല എന്നാണ് മുതിർന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പോയി വന്ന് തിരിച്ചെത്തിയ ശേഷം ഞാൻ പറയാം. ആദ്യം നിന്നോട് തന്നെയാണ് പാർവതി ഇക്കാര്യത്തെക്കുറിച്ച് പറയാം. എന്നാൽ പോയിട്ട് വാ മേഡം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, പോയിട്ട് വാ എന്നല്ല, പോകുന്ന കാര്യം നല്ലതുപോലെ നടക്കുമെന്ന് കൂടി പറയൂ പാർവതി. ഇപ്പോൾ പാർവതി, നിങ്ങൾ പോകുന്ന കാര്യം നല്ലതുപോലെ നടന്നിട്ട് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ഭൂമിക വാച്ച്മാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ രാവിലെ തന്നെ വരും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ശേഷം പോവുകയാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ആ പോക്ക് കാണുമ്പോൾ പാർവതിക്ക് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. പിന്നീട് ദർശന ശോഭയെ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ ഇപ്പോൾ എവിടെ പോയി, അമ്മ ബാത്റൂമിലുണ്ടാവും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദർശന ബാത്റൂമിൽ പോയിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ അയ്യോ, അമ്മ എങ്ങാനും തല ചുറ്റി വീണിട്ടുണ്ടാകുമോ എന്നുള്ള വെപ്രാളത്തിൽ ബാത്റൂം തുറന്നു നോക്കുകയാണ്. അപ്പോഴും അവിടെ ശോഭ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ദർശനയ്ക്ക് നല്ല പേടിയാവുകയാണ്. അങ്ങനെ ദർശന അവിടെയൊക്കെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും ശോഭയെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ പ്രിയൻ ഉറങ്ങുന്ന സമയത്ത് പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട്, ഏട്ടാ ഇവിടെ അമ്മ ഇവിടെ ഇല്ല എന്നോ, അവിടെ ഉണ്ടാവും, ബാത്റൂമിൽ എവിടെയെങ്കിലും ആവും, ഇല്ല ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഈ വീട് മുഴുവൻ നോക്കി, അമ്മ ഇവിടെ ഇല്ല എന്നോ, ഈ സമയത്ത് അമ്മ ഇപ്പോൾ എവിടെ പോകാനാണ്, എനിക്കെന്തോ ഏട്ടാ പേടിയാവുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ, നീ ടെൻഷൻ ആവാതിരിക്കുക, ഇവിടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായോ, ഇല്ല, അമ്മ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു, അമ്മ എന്നോട് ചോദിച്ചു, അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച് എല്ലാ കാര്യങ്ങളും അമ്മ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു, അപ്പോൾ പാർവതിയാണ് അമ്മയോടൊപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യപ്പെടും, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് ദർശനെ, നീ എന്തിനാണ് അമ്മയോട് ഇത് പറയാൻ പോയത്, അമ്മ എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ്, എന്നെ ഭീഷണിപ്പെടുത്തി അമ്മ പറയിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, എന്ത് പണിയാണ് ഈ കാണിച്ചത് ദർശനെ എന്ന് പറഞ്ഞ് പ്രിയൻ ദേഷ്യപ്പെടുക കേട്ടോ. എന്നിട്ട് പ്രിയൻ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ശോഭയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ കൊണ്ടുപോവാതെയാണ് ശോഭ പോയിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ പ്രിയനും ദർശനയും എവിടേക്കാവും അമ്മ പോയിട്ടുണ്ടാവുക എന്നുള്ള ടെൻഷനോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രിയന് ഓർമ്മ വരികയാണ്, അമ്മ ചിലപ്പോൾ പാർവതിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കിയ പ്രിയൻ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പാർവതിയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഫോണിൻ്റെ റിങ് കേട്ട് ആ സൗണ്ട് കേട്ട് പാർവതി ഉണരുകയാണ്. എന്താ പ്രിയൻ ചേട്ടൻ ഈ നേരത്ത് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ കാണാനില്ല പാർവതി, എല്ലാ സത്യങ്ങളും അമ്മ അറിഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ അമ്മ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്, അമ്മ അവിടേക്ക് വന്ന ഉടനെ തന്നെ നീ എന്നെ വിളിച്ച് അറിയിക്കണം, എന്തെങ്കിലും അമ്മ ദേഷ്യപ്പെട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാലും നീ മനസ്സിൽ വെക്കരുത്, അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല പ്രിയൻ ചേട്ടാ, ഞാനൊന്നും മനസ്സിൽ വെക്കില്ല, ഞാൻ അമ്മയോടൊന്നും പറയുകയുമില്ല, അമ്മ ഇവിടേക്ക് വന്നാൽ ഉടനെ തന്നെ ഞാൻ പ്രിയൻ ചേട്ടനെ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറയുമ്പോഴാണ് ഒരു ഓട്ടോ വന്ന് ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ശോഭ ഇറങ്ങിയ ഉടനെ തന്നെ പാർവതിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ പാർവതി പ്രിയനോട് പറയാണ്, അമ്മ ഇവിടേക്ക് വന്നിട്ടുണ്ട്, പ്രിയൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം, ഇവിടെയാണെങ്കിൽ ഭൂമിക മേഡം പോലും ഇല്ല. അങ്ങനെ പ്രിയം ഫോൺ വെച്ച ശേഷം ഉടനെ തന്നെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശോഭ സെക്യൂരിറ്റിനോട് പറയണേ, എനിക്ക് പാർവതിയെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി പറയണേ, ഈ നേരത്തോ, ഇവിടെയാണെങ്കിൽ ഭൂമിക മേഡം പോലും ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ കാണാൻ കഴിയില്ല, അത് പറ്റില്ല, എനിക്ക് പാർവതിയെ കാണാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും പാർവതി താഴേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മ ഈ നേരത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ ആളൊരു മിടുക്കിയാണെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ മോൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം, ഞാൻ അതൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത്? അപ്പോൾ പാർവതി പറയണ, അമ്മ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ ഒരു തെറ്റിദ്ധാരണയും നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല, നിന്നെക്കുറിച്ചിപ്പോൾ നല്ലതുപോലെ എനിക്ക് വ്യക്തമായിട്ട് നിന്നെ അറിയാം, നിൻ്റെ കൂടെ ജീവിക്കുന്നവരും നിൻ്റെ ഫ്രണ്ട്സുകളും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അറിയുന്നതിനേക്കാളും കൂടുതൽ നിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ശോഭയുടെ ആ ദേഷ്യത്തിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ പാർവതി പറയണേ, അമ്മ ഇപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അമ്മ, ഞാൻ നാളെ തന്നെ അമ്മയെ തേടി ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് വരാം, അവിടെ വെച്ച് അമ്മ എന്നെ അടിച്ചാലും ഒരു കുഴപ്പമില്ല, ഞാൻ നിന്ന് കൊണ്ടുകൊണ്ട്, പക്ഷെ അമ്മ ഇപ്പോൾ ഇവിടെ നിന്നും പോവണം. ശോഭ പറയണേ, ഞാൻ എന്തിനാണ് നിന്നെ അടിക്കുന്നത്, നീ ഈ രാത്രിയിൽ എന്നെ ഇവിടെ വരുത്തണമെന്നുണ്ടെങ്കിൽ നീ എത്ര വലിയവളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഒരു കള്ളത്തരവും എൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും പ്രിയൻ
പ്രിയൻ ഓടി വരികയാണ് ബൈക്കുമായിട്ട്. അപ്പോൾ സെക്യൂരിറ്റി പറയാണ്, പ്രിയ നീ വന്നത് എന്തുകൊണ്ട് നന്നായുള്ളൂ. നിൻ്റെ അമ്മ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഭൂമിക മാഡം നാളെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിയാണ് തെറിക്കാൻ പോകുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടാ ഞാൻ ഇപ്പം തന്നെ അമ്മയെ കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞ് പ്രിയൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ എന്തിനാണ് ഈ നേരത്തെ ഇവിടേക്ക് വന്നത്? വാ അമ്മേ നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. വിടടാ എൻ്റെ കൈ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാം. നിന്നോട് കൂടി ചേർന്നിട്ട് തന്നെയാണ് സംസാരിക്കാനുള്ളത്. നിൻ്റെയും ഇവളുടെയും നാടകമൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളത്തരം എനിക്ക് മനസ്സിലായി. ഇനി എന്നെ പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയ്ക്ക് എന്താണ് അറിയേണ്ടത്? എനിക്ക് അറിയാനുള്ളത് ഇവൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് ഇരുന്നത്? നീ എന്തിനാണ് എന്നെ കൂട്ടിയിരുന്ന് എന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർവതിക്ക് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ. അതോടുകൂടി പാർവതി പറയുന്നത്, എൻ്റെ മനസ്സിലെ കുറ്റബോധം കൊണ്ടാണ് ഞാൻ അമ്മയെ പരിചരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നത്. അത് ശരി, കുറ്റബോധമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ എനിക്ക് ബോധം വന്ന ശേഷം എൻ്റെ മക്കളൊക്കെ കൂടി നീയാണ് എനിക്ക് ഇട്ടിരുന്നത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് അവർ മടിച്ചത്? ഇതിനൊക്കെ കാരണക്കാരി നീയല്ലേ. നീ കാരണമല്ലേ എൻ്റെ മക്കൾ എന്നോട് ആ സമയത്ത് കള്ളം പറഞ്ഞത്. അതോടുകൂടി പാർവതിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ പ്രിയം പറയണ, അമ്മേ ഇനി അമ്മയുടെ സംശയത്തിനുള്ള മറുപടി ഞാൻ വീട്ടിൽ ചെന്ന് പറയാം. ഒന്നും അമ്മ ഇവിടെ പ്രശ്നമുണ്ടാക്കാതെ വരുമോ? നീ എന്നെ തൊട്ടുപോകരുത്. നീ വീട്ടിൽ ചെന്ന് നിൻ്റെ കള്ളം പറയുന്നത് കേൾക്കാനൊന്നും എനിക്ക് മനസ്സില്ല. ഇവൾ തന്നെ എല്ലാത്തിനും ഉത്തരം പറയണം. കാരണം ഇവളിപ്പോൾ എല്ലാവർക്കും മുന്നിൽ നല്ലവൾ, ഞാൻ എല്ലാവർക്കും മുന്നിൽ കെട്ടവളുമായില്ലേ. അതിനൊക്കെ കാരണക്കാരി ഇവൾ തന്നെയല്ലേ. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മയെ ആരും തെറ്റിദ്ധരിക്കില്ല. അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഞാൻ കാരണമല്ലേ. അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി കൈകൂപ്പിക്കൊണ്ട് ശോഭയുടെ കാലിൽ വീഴുകയാണ് കേട്ടോ. അതോടുകൂടി ശോഭ കാലങ്ങ് പിൻവലിക്കുകയാണ്. അപ്പോൾ പാർവതിക്ക് നല്ല വിഷമാവാണ് കേട്ടോ, അമ്മ എന്നോട് ക്ഷമിക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ പ്രിയം പറയണേ, എന്തിനാണ് പാർവതി നീ ഇപ്പോൾ അമ്മയോട് വെറുതെ മാപ്പ് ചോദിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പാർവതി പറയണ, പ്രിയം ചേട്ടൻ ഇതിൽ ഇടപെടരുത്. അമ്മ എന്നോട് സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത്. ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാം. അങ്ങനെ വീണ്ടും പാർവതി മാപ്പ് ചോദിക്കുന്ന സമയത്ത് ശോഭയ്ക്ക് അങ്ങ് സങ്കടം വരും കേട്ടോ. അപ്പോൾ ശോഭ പറയണ, കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് പറയണേ, എന്തിനാണ് പാർവതി നീ ഒരു തെറ്റും ചെയ്യാത്ത നീ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നിന്നോടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്? കള്ളന്മാർ മാല പൊട്ടിക്കാൻ വരുന്നത് നിനക്ക് സംശയം തോന്നി. നീ എന്നെ ഒരുപാട് തിരുത്താൻ വേണ്ടി ശ്രമിച്ചതല്ലേ. പക്ഷേ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഈ ചെറുപ്രായത്തിൽ നിന്റെ പക്വത പോലും ഞാൻ കാണിച്ചില്ല. ശോഭയുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം കണ്ടപ്പോൾ പാർവതിയും പ്രിയനൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശോഭ പറയണേ, നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് വേണ്ടി കൂട്ടുനിന്ന സമയത്ത് നിന്റെ വിരലുകൾ ഞാൻ കടിച്ചു. അത് കഴിഞ്ഞ് നീ എനിക്ക് എൻ്റെ ജീവന് വേണ്ടി തനിക്കൊരമ്മയെ കാണാൻ പോയി. അവിടെ വെച്ച് നിനക്ക് നിന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ വേണ്ടി ഇടകൾ നിന്നെ ഉപദ്രവിച്ചിട്ട് പോലും നീ അപ്പോഴും എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. ഈ ഹോസ്റ്റലിൽ വന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ കരണം നോക്കി അടിച്ചതാണ്. എന്നിട്ട് പോലും നിന്റെ മനസ്സിൽ എന്നോടൊരു ദേഷ്യവുമില്ലാതെ എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. എൻ്റെ മനസ്സ് മനഃപൂർവ്വം വേദനിക്കാൻ വേണ്ടി പ്രിയൻ്റെയും തുളസിയുടെയും നിശ്ചയം നടത്താൻ വേണ്ടി ഞാൻ അമ്പലത്തിലേക്ക് നിന്നെ അവിടേക്ക് വിളിച്ചു വരുത്തി. നീ വേദനിക്കാൻ വേണ്ടി പിന്നെ നിന്നെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയ സമയത്ത് നീ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ ഞാൻ നിന്നോട് എന്താണെന്ന് പോലും ചോദിക്കാതെ നിന്നെ ഞാൻ ചോരയില്ലാതെ ആട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ഞാൻ നിന്നോട് ചെയ്തത്. എന്നിട്ട് പോലും നീ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. അങ്ങനെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമയായ നിന്നെ കണ്ട് എനിക്ക് മാപ്പ് പറയാതെ എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞ് ശോഭ പാർവതിക്ക് മുന്നിൽ തൊഴുതുകൊണ്ട് മാപ്പ് പറയുകയാണ് കേട്ടോ. അതോടുകൂടി പാർവതി പറയണ, അമ്മ എന്തിനാണ് എൻ്റെ മുന്നിൽ മാപ്പ് പറയുന്നത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.